കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കും. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ജോലി തടസ്സങ്ങൾ, കുടുംബത്തിലുണ്ടായിരിക്കുന്ന കലഹങ്ങൾ, തമ്മിലുണ്ടാകുന്ന ഭിന്നതകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന വടംവലികൾ, ഈഗോ ക്ലാഷുകൾ, ഒരാവശ്യമില്ലാതെ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വരികയും പ്രൊട്ടക്ഷൻ, കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുകയും വല്ല വയ്യാവലികളും കയറി ഇറങ്ങി നിരങ്ങുന്ന ഒരവസ്ഥയിൽ കുടുംബം അന്തഛിദ്രമാകുകയും ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ അതിൻ്റെ എല്ലാ അന്തഛിദ്ര പഴുതുകളെ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തിയിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വിവാഹിതനാണെങ്കിൽ നിൻ്റെ വിവാഹ ജീവിതം സുരക്ഷിതമായി പോകുവാനും, വിവാഹിതനല്ല വിവാഹിതയല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവം ജീവിത പങ്കാളി തിരഞ്ഞെടുത്ത് നൽകുവാനും അതിന് ഈ പ്രാർത്ഥന വഴി നിന്നെ സഹായിക്കട്ടെ. നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ അപ്പനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ അവകാശമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ സമർപ്പിച്ചൊരു വിഷയമാണെങ്കിൽ ഇന്ന് ആ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകും. കർത്താവിൻ്റെ ശബ്ദം ആവശ്യിക്കട്ടെ. നിൻ്റെ കുഞ്ഞുങ്ങളും കുടുംബവും കഴിഞ്ഞു പോകാൻ വേണ്ടി ന്യായമായി നിനക്ക് ഭക്ഷണം കഴിച്ചും അതുപോലെ തന്നെ സമൂഹത്തിലുള്ള നിനക്കുണ്ടാകുന്ന മാന്യത നിലനിർത്തിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ അതെല്ലാം ന്യായമായ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളാണ്. അതെല്ലാം കർത്താവ് നിൻ്റെ ഉദ്യമങ്ങൾ അനുഗ്രഹിക്കുകയും നീ എവിടെ പോയാലും എന്തിന് പോയാലും നിൻ്റെ കുടുംബം നിലനിൽക്കാൻ ആവശ്യമായ എല്ലാവിധ തടസ്സങ്ങളും നിനക്കതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ശക്തിയുടെ കൃപയിൽ നിനക്ക് യോഗ്യത നൽകുകയും നിന്നെ കർത്താവ് നിലനിർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. നിൻ്റെ വസ്തു, നിൻ്റെ വീട്, കൈമാറ്റം, അതുപോലെ കൈ ഏൽക്കുക, അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രക്രിയകളിലും കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്നു. ആരെയും ഭയപ്പെടാതെ, ആരെയും കൂസാതെ, ആർക്കും കൊണ്ട് അടിയറ വെക്കാതെ നീ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നട്ടല് നിവർത്തി നിൽക്കാനുള്ള ആന്തരിക ശക്തി കർത്താവ് നിനക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പ്രത്യാശകൾ, നിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള നിൻ്റെ പദ്ധതികൾ കർത്താവ് ആശീർവദിക്കുകയും അതിൽ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാവിയിൽ അത് നിനക്ക് ദോഷകരമാണെങ്കിൽ കർത്താവ് അതിൻ്റെ കറക്റ്റായ പാതകളിലൂടെ കർത്താവ് നിന്നെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ എഴുതിവിട്ട പരീക്ഷകൾ, അതുപോലെ അത് കയ്യിൽ നിന്ന് വിട്ട കല്ലും പറഞ്ഞ വാക്കും എഴുതിയ പരീക്ഷയും ഒരുപോലെയാണ്. പക്ഷേ അതെല്ലാം ഗൈഡ് ചെയ്യാൻ ദാവീദിന് കരുത്തില്ല. ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാൻ കരുത്തില്ലായിരുന്നു. ഒരു